2 ദിവസമായിട്ട് ഇച്ചിരി ഒരു ഇതിലായിരുന്നു. ജെയ്ഡനെ 24-ാം തീയതി കളിക്കാൻ കൊണ്ടുപോയിട്ട് അവനാണെങ്കിൽ വീണിട്ട് വേറൊരു കുഞ്ഞ് അവൻ്റെ മേളിൽ കാലിൽ ചവിട്ടാനിടയായി. അതിനുശേഷം പുള്ളിക്ക് ഇച്ചിരി വേദനയും പിന്നെ പുള്ളി ഏന്തിയായിരുന്നു നടന്നത്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ കുറയാത്തതുകൊണ്ട് പിന്നെ ER കൊണ്ടുപോയി. ER കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കാസ്റ്റ് ഇട്ടു അവിടുന്ന്. അതിനുശേഷം പുള്ളി നടക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവർ പൂർണ്ണമായിട്ട് റെസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ഇന്ന് രാവിലത്തേക്ക് തന്നു. അതിനുശേഷം ഞങ്ങളാകെ ഭാരത്തിലായിരുന്നു. കാരണം കാര്യങ്ങളൊക്കെ എങ്ങനെ ആവും എന്നുള്ള ഒരു ഇതിൽ പിന്നെ പാസ്റ്ററിനെ അപ്പം തന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. പാസ്റ്റർ അപ്പം തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി എന്ന് ഉറപ്പ് തരികയും ചെയ്തു. അതിനുശേഷം ഞങ്ങളും അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പാസ്റ്ററും പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. സൺഡേ അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ കാസ്റ്റ് എല്ലാം മാറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം എന്നുള്ള രീതിയിൽ ഇന്ന് രാവിലെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കുഞ്ഞിൻ്റെ കാലം കാസ്റ്റ് ഇല്ല. ഇന്ന് രാവിലെ ഫ്രാക്ചർ ക്ലിനിക്കിൽ പോയിട്ടാണ് വരുന്നത്. രാവിലെ 6:30 അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ നോക്കുകയും കാസ്റ്റ് വേണ്ട, കാസ്റ്റ് ഇല്ലാതെ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കർത്താവ് അവിടെ പൂർണ്ണമായിട്ട് ഹീലിംഗ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രിയ പാസ്റ്ററിന് നന്ദി പറയുന്നു. പ്രവർത്തിച്ച കർത്താവിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ലല്ലോ. അതുപോലെ തന്നെ ഈ വർഷം പറയാൻ പെൻഡിങ് വെച്ചിരുന്ന 1-2 സാക്ഷ്യങ്ങൾ വേറെ ഉണ്ട്. ഒന്ന് എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം അതിന് ഇൻ്റർവ്യൂ ഒക്കെ വന്നു. സെയിം കമ്പനിയിൽ തന്നെ ഇൻ്റർവ്യൂ വരികയും ആ സമയം പ്രൊമോഷൻ കിട്ടിയില്ല, അന്ന് റിജക്റ്റ് ആയിപ്പോയി. അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. കാരണം അങ്ങനെ ഇൻറ്റേർണലി നമ്മൾ പ്രൊമോഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 95% ആൾക്കാർക്കും പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒക്കെ കേസ് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പം മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പാസ്റ്ററിൻ്റെ അടുത്ത് ഇത് വന്ന് ഷെയർ ചെയ്തില്ല. ദൈവത്തിൻ്റെ സമയമായിട്ട് നടക്കട്ടെ എന്നുള്ള ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കുമായിരുന്നു. ഒരു സൺഡേ ആണെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, സന്ദീപ് ബ്രദറിൻ്റെ ജോലിയിലൊരു മാറ്റം കാണുന്നുണ്ട്, ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. ഈവൻ ഇൻക്രിമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് പോലും പരിശുദ്ധാത്മാവ് പാസ്റ്ററിനെ കൊണ്ട് കറക്റ്റായിട്ട് പറയിച്ചു. അതിനുശേഷം ആ സമയം എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സമയമൊന്നും ഈ ജൂലൈ ഓഗസ്റ്റിൽ ആ സമയത്താണ്. ആ സമയം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ സൈക്കിൾ വരേണ്ട സമയമല്ല. ഒരു രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്ത് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പൊസിഷൻ ഞങ്ങൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കുവാണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് കർത്താവ് കൊണ്ട് തരികയും അതും പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതുപോലെ ഈവൻ 10% ഇൻക്രിമെൻ്റ് എന്നുള്ളത് പോലും കറക്റ്റായിട്ട് ആ 10% ഇൻക്രിമെൻ്റാണ് വന്നത്. കർത്താവിന് സ്തോത്രം പറയുന്നു. എനിക്ക് ഇതൊന്നും പറയാനുള്ളത്, കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉചിതമായിട്ട് അത് നടത്തിയിരിക്കുക. സ്തോത്രം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. സമയമുണ്ടോ? ഞാൻ ഒരു ഞായറാഴ്ച വന്നപ്പോൾ നമ്മുടെ ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇതാൽ പല ആളുകളെയും വിളിച്ച് സൗഖ്യം പാസ്റ്റർ പല പ്രയാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സൗഖ്യമാക്കുകയും അങ്ങനെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നെ അന്ന് വിളിച്ചില്ല. എനിക്ക് വളരെയധികം ലെഫ്റ്റ് ലെഗിലൊരു പെയിനുമായിട്ടാണ് ഞാൻ വന്നത്. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. പക്ഷേ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ പാസ്റ്ററെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ആ സമയത്ത് ഈ ലെഫ്റ്റ് ലെഗിൽ തൊട്ട് തന്നെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ അന്ന് പെയിനോടാണ് തിരിച്ചു പോയത്. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ മെയിൻ പ്രശ്നം തിരിച്ച് ട്രെയിൻ കയറാൻ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത്ര നേരത്തെ ഇറങ്ങിയൊക്കെ വേണം. അപ്പം ഞാൻ അന്ന് ഇച്ചിരി ലേറ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിൻ മിസ്സാവുമല്ലോ എന്നും പറഞ്ഞ് സ്പീഡിൽ നടക്കുക. ഞാൻ ആ കാലിന് വേണ്ട കാര്യമേ പിന്നെ മറന്നുപോയി. ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ കയറി കഴിഞ്ഞപ്പോഴാണ് നോക്കുന്നത് എനിക്ക് കാലിന് വേദനയെന്ന് പറഞ്ഞ കാര്യമില്ല. പിന്നെ ഞാൻ 2 ആഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കി. ദൈവമേ, ഇത്രയും 3-4 മാസമായി എനിക്ക് ആ വേദന തിരിച്ചു വന്നിട്ടേ ഇല്ല. കർത്താവ് സൗഖ്യമാക്കിയതിന് കർത്താവിന് സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പാസ്റ്റർമാരെ കുടുംബമായി നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. നമുക്ക് വേണ്ടി അന്യോന്യം പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളെല്ലാം തന്നിരിക്കുക. സ്തോത്രം. എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകും.